സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് നമ്മൾ പറഞ്ഞ് കാണുന്നത് സൃഷ്ടാവിനെ തന്നെയാണ്. വിശ്വമായിട്ട് നമ്മൾ കാണുന്നത് ഭഗവാനെ തന്നെയാണ്, വിഷ്ണുവിനെ തന്നെയാണ്. പക്ഷെ നമുക്ക് അത് മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏതോ കാണാപ്പുറത്ത് എവിടെയോ ഉള്ളൊരു ദൈവം, അവിടെ ഇരുന്നിങ്ങനെ റിമോട്ട് കൺട്രോൾ കൊണ്ട് ഈ ഭൂമിയെ ഇല്ലെങ്കിൽ സൃഷ്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ, ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ വളരെ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ മരണം സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ദൈവം എത്ര ക്രൂരനാണ് എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവം എവിടെയോ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് എന്നൊരു വിചാരം, അങ്ങനെ ഒരു അജ്ഞാനം മനസ്സിലിരിക്കുന്നതാണ്. അദ്വൈത ദർശനത്തിൽ അങ്ങനെയില്ല. അദ്വൈത ദർശനത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ദൈവത്തിനകത്താണ്. അപ്പം ജനിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, നമ്മളെപ്പോഴും ദൈവത്തിനകത്താണ്. ഇതാണ് അദ്വൈത ദർശനം. ദൈവത്തിനകത്തെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഭാഗമാണ്, അംശം. മമൈവാംശോ ജീവലോക ജീവഭൂത സനാതന ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇനി കാണുന്നൊക്കെ എൻ്റെ ഭാഗങ്ങളാണ്, അംശങ്ങളാണ് എന്ന് പറഞ്ഞു. അംശവും പൂർണ്ണവും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇപ്പം ഈ ബ്ലഡ് ടെസ്റ്റാണ് എപ്പോഴും ഉദാഹരണമായിട്ട് പറയാം. ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒരു സാമ്പിൾ എടുത്താൽ മതി. ആ ബ്ലഡിൽ മുഴുവൻ ഉള്ളത് മുഴുവൻ ആ സാമ്പിളിലുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാൻ എന്ന് വിചാരിക്കുന്ന ഈ ദേഹം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഈ 5 ദേഹങ്ങളെക്കുറിച്ചും അതിനെ ചൈതന്യവത്താക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചും പറയണം, ഓർമ്മിക്കണം. അപ്പോഴാണ് ദേഹം. ഇതിനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയെ എടുത്ത് പഠിക്കാം. സൃഷ്ടിയെ മുഴുവൻ പഠിച്ചതുപോലെയാണ്. കാരണം ഇതാണ് സാമ്പിള് നമ്മളോടൊപ്പം ഉണ്ട്. ഇത് പരീക്ഷിക്കേണ്ട ആരാണ്? ഞാൻ തന്നെ, സയൻറ്റിസ്റ്റ് ഞാൻ തന്നെ. എവിടെ വെച്ച് പരീക്ഷിക്കണം? ഇവിടെ വെച്ച് പരീക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ സാമ്പിളും ലാബും പരീക്ഷിക്കേണ്ട ആളും എല്ലാം ഞാൻ തന്നെയാണ്. അത് കാരണം ഈശ്വര ദർശനം എന്നുള്ളത് അവനവനിൽ സാധ്യമാവുന്നു. ഇതാണ് അദ്വൈത ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വേറെയാണ്. ഈശ്വരനെ വേറെയായിട്ട് കാണുമ്പോൾ, തന്നിൽ നിന്ന് അന്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ദുഃഖങ്ങളുണ്ടാവും.